ഹായ് ഗായ്സ്, പറഞ്ഞോ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് രാത്രിയിൽ അപ്പം നമ്മുടെ അമ്മക്കുട്ടിയുടെ ഭർത്താവ് അപ്പം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്നെ കെട്ടിയാൻ വരുവാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് എനിക്ക് എന്താടി ഒരു റോസാപ്പൂ വാങ്ങണം. സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശങ്കരൻകുട്ടിക്ക് അച്ഛനൊരു പൂ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അതിനു വേണ്ടി പൂ മേടിക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പം അതിൻ്റെ തെളിച്ചം കാണാറുന്നില്ലേ ഈ മുഖത്ത്? ഇല്ല, സമയം പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ തിരക്ക് പിടിച്ചോടി ഇരിക്കുകയാണ്. അപ്പോൾ 1:30 ആകുമ്പോൾ രാത്രി ഇവിടുന്ന് അല്ലേ. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഒരാളുടെ മുഖത്ത് മേൽ തെളിച്ച് വരിക്കും. 29-ാം തീയതി കുട്ടൻ വരും, ഹരി വരും. അപ്പം ഞങ്ങൾ പോകണം. മുനഞ്ഞു മാറിയിക്കേ. അപ്പോൾ പുറമെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാണ്. രാത്രി പോലും ഉറങ്ങുന്നില്ല. എപ്പോഴാണ് അച്ഛനെ വിളിക്കാൻ പോകുന്നത്, എപ്പോഴാണ് അച്ഛനെ വിളിക്കാൻ പോകുന്നത്, ഭയങ്കര ഇതാ. എപ്പോഴും ശങ്കർ പോകുന്നത് അച്ഛനെ വിളിക്കാനേ? എപ്പോഴാ അച്ഛനെ വിളിക്കാൻ പോകുന്നേ? ഇപ്പൊ എന്തോ മേടിക്കാൻ പോവാ? ഇപ്പൊ എന്താ വാങ്ങിക്കാൻ പോവാ? അച്ഛന് കൊടുക്കാൻ എന്താ വാങ്ങിക്കാൻ പോവാ? ആരാ കൊടുക്കുന്നേ? കൊടുത്തിട്ട് മോൻ എന്തോ ചെയ്യുന്നേ? ഞങ്ങൾ വൈകിട്ട് ഒരു ചെറിയ ബൊക്കെയൊക്കെ വാങ്ങിക്കാൻ പോയി. നല്ല അടിപൊളി ബൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഒരു 12:30, സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം പോലും വന്നത് 12:30 അപ്പോൾ ഞാൻ എണ്ണിച്ചായിരുന്നു. പിന്നെ ഞാൻ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് ശംഖുവിനെ വിളിച്ചുണർത്തുമായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ രാത്രി, നല്ല മഴ. അപ്പോൾ അപ്പക്കൂട്ടനെ എഴുന്നേറ്റായിരുന്നു, ശംഖുവെല്ലാം എഴുന്നേറ്റ് നമ്മൾ റെഡിയായി. അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 4 ലേറ്റായിരുന്നു ഫ്ലൈറ്റ്. ഒരു 5 മണി 5:15 ഇറങ്ങിയപ്പോൾ അങ്ങനെ എൻ്റെ ഏറെ നാളത്തെ കാത്തിരിപ്പ്, ഏറെ നാളല്ല, ഒരു വർഷത്തെ കാത്തിരിപ്പിനെ ആയി. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഓണത്തിന് കൂടെ ഉണ്ടല്ലോ. പിന്നെ കുട്ടനാണെങ്കിൽ ഓണത്തിന് വരാൻ പറ്റത്തില്ല, ഓണം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചേട്ടൻ വന്നു, എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ശങ്കരൻ കൊണ്ട് റോസാപ്പൂവൊക്കെ കൊടുത്തു. ഭയങ്കര ഹാപ്പിയായിരുന്നു അവനാണെങ്കിൽ അച്ഛൻ എന്തോ കൊണ്ടുവന്നു. അപ്പം തൊട്ട് പെട്ടിയിലായിരുന്നു ഓട്ടം കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പുകൊണ്ടും കുഴപ്പമില്ല, അപ്പുകൊണ്ടും ചേട്ടൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ശങ്കരൻ ഭയങ്കര ഇതായിരുന്നു, സന്തോഷമായിരുന്നു. പിന്നെന്താ പറയുന്നത്, പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് അപ്പം തന്നെ എന്താ കാര്യമൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ടാണ് ട്രോൾ ചെയ്യാൻ തെളിക്കാൻ നോക്കി. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ചേട്ടനെന്നുണ്ടെങ്കിൽ അത് അമർത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ വണ്ടി വിളിക്കാൻ വന്ന ചേട്ടനാണെങ്കിൽ ജസ്റ്റ് തെള്ളിക്കൊണ്ട് പോകുമായിരുന്നേ. അച്ഛൻ എന്നെ കളിയാക്കുമായിരുന്നു. ഇതെന്തു അമ്മക്കുട്ടി തെള്ളാൻ പറ്റുന്നില്ല, നാണക്കേട് പറഞ്ഞ് അച്ഛൻ എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിച്ചാൻ്റെ അടുത്ത് അപ്പുകൂട്ടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മൾ വീഡിയോ കോളിലൂടെ ഒക്കെ കാണുന്നതല്ലേ. അപ്പം അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട്. എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. ശങ്കരനാണെങ്കിൽ അച്ഛനെ കണ്ടപ്പോഴത്തേനങ്ങ് ഇതായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഒരു കൊട്ടാരക്കര എത്തിയപ്പം ആര്യാസ് കയറി ഫുഡ് കഴിച്ചു കേട്ടോ. എന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം രാത്രി ഉറങ്ങിയില്ല. പിന്നെ ജസ്റ്റ് വണ്ടി കിടന്നൊന്ന് ഇതായതേ ഉള്ളായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ ശങ്കരനാണെങ്കിൽ പെട്ടി ഉറക്കാനുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ടാണെങ്കിൽ ഉറങ്ങാതെ എഴുന്നേറ്റ് വൈകിട്ടാണെങ്കിൽ കുളിച്ചിട്ട് അത്തപ്പൂക്കൾ ഇടാനുള്ള പൂ വാങ്ങിക്കാൻ പോയി. നമ്മുടെ പള്ളിപ്പടിക്ക് തന്നെയാണെങ്കിൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ലാഭമാണ്. അവിടുന്ന് അത്യാവശ്യം പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ജസ്റ്റ് പൂവൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഉസ്താദിൽ പോയി കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിക്കണം. അപ്പം കൊണ്ടാണെങ്കിൽ ചേട്ടൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ